ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമുക്കൊരു മോക്ക് ടെസ്റ്റ് നോക്കാം. നമ്മുടെ 16ാമത്തെ ടെസ്റ്റ് സീരീസ് ആണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസിഡിക് അമിനോ ആസിഡ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ നിന്നും അസിഡിക് അമിനോ ആസിഡ് നമ്മൾ കണ്ടെത്താൻ. ഓപ്ഷൻ എ അസ്പാർട്ടേറ്റ്, ബി അസ്പരാജിൻ, സി ഗ്ലൈസിൻ, ഡി മെത്തിയോണിൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അസ്പാർട്ടേറ്റ് ആണ് അസിഡിക് അമിനോ ആസിഡ്. അസ്പാർട്ടേറ്റിനെ നമ്മൾ അസ്പാർട്ടിക് ആസിഡ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഗ്ലൈസിൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ്. അസ്പരാജിനും ഗ്ലൈസിനും അതുപോലെ തന്നെ മെത്തിയോണിനും ഉൾപ്പെടുന്നത് നോൺ പോളാർ ആലിഫാറ്റി കാറ്റഗറിയിൽ വരുന്ന അമിനോ ആസിഡുകളാണ്. അസ്പരാജിൻ എന്ന് അറിയപ്പെടുന്നത് വരുന്നത് പോളാർ അൺചാർജ്ഡ് കാറ്റഗറിയിൽ വരുന്ന അമിനോ ആസിഡാണ്. അമിനോ ആസിഡുകളെ പറ്റി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ക്ലാസ് കണ്ടു നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബോണ്ട് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ന്യൂക്ലിയോസൈഡ് ഇൻ DNA. നമ്മൾ DNA നോക്കിക്കഴിഞ്ഞാൽ അതിൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ന്യൂക്ലിയോസൈഡിൻ്റെയും അതിൻ്റെ കൂടെ ഫോസ്ഫോറിക് ആസിഡും കൂടി ചേരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എസ്റ്റർ ബോണ്ട്, ബി ഗ്ലൈക്കോസിഡിക് ബോണ്ട്, സി ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്, ഡി ഹൈഡ്രജൻ ബോണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എസ്റ്റർ ബോണ്ട്. ഒരു ന്യൂക്ലിയോസൈഡും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു എസ്റ്റർ ബോണ്ടാണ്. ഇനി ഒരു ന്യൂക്ലിയോസൈഡും ഫോസ്ഫോറിക് ആസിഡും കൂടി ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോടൈഡ് എന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ട് നൈട്രോജീനിയസ് ബേസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന പലതരത്തിലുള്ള ബോണ്ടുകളെ പറ്റി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നൈട്രോജീനിയസ് ബേസസും അതുപോലെ തന്നെ ബോണ്ട്സ് ഇൻ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലാസ്. ആ ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ബ്ലോട്ടിംഗ് ടെക്നിക് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് RNA. RNAയുടെ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോർത്തേൺ, ബി സതേൺ, സി വെസ്റ്റേൺ, ഡി നൺ ഓഫ് ദീസ്. RNA ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്നത് നോർത്തേൺ ബ്ലോട്ടിംഗ് എന്നാണ്. ഇനി DNA ആണെങ്കിൽ സതേൺ ബ്ലോട്ടിംഗ് എന്നും പ്രോട്ടീൻസ് ആണെങ്കിൽ അതിനെ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബ്ലോട്ടിംഗ് പേപ്പർ യൂസ്ഡ് ഇൻ സതേൺ ബ്ലോട്ടിംഗ്. അതായത് DNA ഡിറ്റക്ഷന് വേണ്ടി ഉള്ള സതേൺ ബ്ലോട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് പേപ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പർ, ബി അമിനോ ബെൻസൈൽ ഓക്സിമീഥൈൽ ഫിൽറ്റർ പേപ്പർ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പർ എന്നാണ് വരുന്നത്. സതേൺ ബ്ലോട്ടിങ്ങിനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ സതേൺ ബ്ലോട്ടിങ്ങിൻ്റെ പല സ്റ്റേജസുകളും അതിൽ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് പേപ്പറുകളെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് വൺ. നമുക്ക് ഈ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായിട്ടുള്ളതിനെ നമ്മൾ കണ്ടെത്താം. ഫസ്റ്റ് ഓപ്ഷൻ, ഹിൻഡ് 2 ഈസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ആദ്യമായി കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഹിൻഡ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷൻ ശരിയാണ്. സെക്കൻഡ് ഓപ്ഷൻ, എൻഡോന്യൂക്ലിയസ് മേക്ക് കട്ട് വിതിൻ ദ DNA. ഒരു DNAയുടെ ഉള്ളിലായിട്ട്, എൻഡുകളല്ലാതെ ഉള്ളിലായിട്ട് കട്ട് ചെയ്യുന്ന എൻസൈമുകളെ വിളിക്കുന്ന പേരാണ് എൻഡോന്യൂക്ലിയസുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷനും കറക്റ്റാണ്. തേർഡ് ചോയ്സ്, ദ ജീൻ CRY1AB കൺട്രോൾസ് കോൺ ബോറർ. കോൺ ബോററിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ജീനുകളാണ് CRY1AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ക്രൈ ജീൻസ് എന്ന് പറയുന്നത് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്ന ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ക്രൈ ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ് ആയിട്ടുള്ള BT കോട്ടൺ അല്ലെങ്കിൽ BT വെറൈറ്റിയിലുള്ള ഏത് പ്ലാന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തിൽ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നുമാണ് നമ്മൾ
എന്തിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് നമ്മൾ BT പ്രോട്ടീനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലുള്ള ജീനാണ് ക്രൈ ജീൻസ് എന്നറിയപ്പെടുന്നത്. ക്രൈ ജീൻസ് 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊരെണ്ണമാണ് CRY1AB എന്ന് പറയുന്നത്. ഈ CRY1AB എന്ന് പറയുന്ന ജീൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ചോളത്തിനെ ബാധിക്കുന്ന ഒരു കീടത്തിനെയാണ് ഇവർ നിയന്ത്രിക്കുന്നത്. കോൺ ബോറർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനെയാണ് ഈ CRY1AB എന്ന് പറയുന്ന ജീൻ കൺട്രോൾ ചെയ്യുന്നത്. 6th question, which polypeptide chain is removed in processing stage from insulin? ഇൻസുലിൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻസുലിൻ ഉണ്ടാകുന്ന സമയത്ത് അത് പല പെപ്റ്റൈഡ് ചെയിനുകളായിട്ടാണ് ഉണ്ടായി വരുന്നത് നമുക്കറിയാം. അതായത് പെപ്റ്റൈഡ് ABC എന്ന് പറയുന്ന 3 പെപ്റ്റൈഡ് ചെയിനുകളാണ് ഇൻസുലിൻ എന്ന് പറയുന്നതിൽ ആദ്യം ഉണ്ടായി വരുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഫൈനൽ ഇൻസുലിനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റേജിൽ ഏത് പെപ്റ്റൈഡ് ചെയിനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A പെപ്റ്റൈഡ് A, B പെപ്റ്റൈഡ് B, C പെപ്റ്റൈഡ് C. ഓപ്ഷൻ D പറയുന്നത് ബോത്ത് A ആൻഡ് C എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അതായത് പെപ്റ്റൈഡ് CA ആണ് നമ്മൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പെപ്റ്റൈഡ് Aയും Bയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇൻസുലിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്നത്. ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്. അതിൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 7th question, a nucleoside contains. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ഷുഗർ പ്ലസ് ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. ഓപ്ഷൻ B ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. C ഷുഗർ ആൻഡ് ബേസ്. ഓപ്ഷൻ D ഒരു നൈട്രോജീനിയസ് ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലുള്ളത് ഒരു ഷുഗർ, അതായത് ഒരു റൈബോസ് ഷുഗറും അതിൻ്റെ കൂടെ ഒരു നൈട്രോജീനിയസ് ബേസുമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഒരു ഷുഗറും അതിൻ്റെ കൂടെ ഒരു നൈട്രോജീനിയസ് ബേസും കൂടി വന്നാൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡ് എന്നുമാണെന്ന് നമുക്ക് അറിയാം. 8th question, സെലക്ട് ദ പ്യൂറിൻ. നമുക്ക് തന്നിരിക്കുന്ന 4 ചോയ്സിൽ നിന്നും പ്യൂറിൻസിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്യൂറിൻസ് എന്നും പിറിമിഡിൻസ് എന്നും പറയുന്നത് നൈട്രോജീനിയസ് ബേസുകളാണ്. അവയെ നമ്മൾ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്നു എന്നും അതായത് പ്യൂറിൻസ് പെയർ ചെയ്യുന്നത് എപ്പോഴും ഒരു പിറിമിഡിനുമായിട്ട് ആണെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്യൂറിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ A അഡിനിൻ, B അഡിനിൻ ആൻഡ് ഗ്വാനിൻ, C ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ, D സൈറ്റോസിൻ ആൻഡ് യൂറാസിൽ. ഇതിൽ പ്യൂറിൻസ് എന്ന് പറയുന്നത് വരുന്നത് ഓപ്ഷൻ B ആണ്. അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആണ് വരുന്നത്. ഓപ്ഷൻ A അതായത് അഡിനിൻ എന്ന് പറയുന്നതും പ്യൂറിൻ ആണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നതിനകത്തിൽ അഡിനിനും ഗ്വാനിനും വരുന്നത് പ്യൂറിൻസ് എന്ന ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. നൈട്രോജീനിയസ് ബേസുകളെ പറ്റി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. 9th question, ബൈ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുമ്പം അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു നൈട്രോജീനിയസ് ബേസ് ഉണ്ട്, ഒരു ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് 3 പേരും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോസൈഡാണ് ഉണ്ടാകുന്നത്. ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈട്രോജീനിയസ് ബേസും ഒരു ഷുഗറും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത്. ഇവരെ തമ്മിൽ, അതായത് നൈട്രോജീനിയസ് ബേസിനെയും ഒരു ഷുഗർ മോളിക്യൂളിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ആ ബോണ്ടിനെയാണ് നമ്മൾ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്.
ഈ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ മോളിക്യൂളാണ്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു വാട്ടർ മോളിക്യൂളാണ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന ബൈ പ്രോഡക്റ്റ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂക്ലിക് ആസിഡ്സിലുള്ള ബോണ്ട് എന്ന് പറയേണ്ട ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. 10th ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ ആരോമാറ്റിക് അമിനോ ആസിഡ്. നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഒരു ആരോമാറ്റിക് അമിനോ ആസിഡിനെ സെലക്ട് ചെയ്യാൻ. ഓപ്ഷൻ എ ടൈറോസിൻ, ബി മെത്തിയോണിൻ, സി ഗ്ലൈസിൻ, ഡി അസ്പരാജിൻ. നമുക്ക് തന്നിരിക്കുന്നതിനകത്തിൽ ആരോമാറ്റിക് അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ R ഗ്രൂപ്പിൽ ഒരു റിംഗ് സ്ട്രക്ചർ വരുന്ന കാറ്റഗറിയിലുള്ളവരെയാണ് നമ്മൾ ആരോമാറ്റിക് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അമിനോ ആസിഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ടൈറോസിനാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളവരൊന്നും ആരോമാറ്റിക് കാറ്റഗറിയിൽ വരുന്നവരല്ല. ഇതിൽ ഗ്ലൈസീനും മെത്തിയോണിനും വരുന്നത് നോൺ പോളാർ ആലിഫാറ്റിക് ഗ്രൂപ്പിൽ വരുന്ന അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.